ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻ. ഈ വർക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക്? നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. സാധാരണ നമ്മൾ സിമ്പിൾ ഫ്ലവേഴ്സ് ആണല്ലേ ചെയ്യാറുള്ളത്. ഇത് കുറച്ച് ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ 2 സൂചി വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലവർ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ തന്നെയാണ്. ഈ ഒരു ഫ്ലവർ ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് കിട്ടുന്ന ഓർഡേഴ്സിലൊക്കെ ഈ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം ഇത് അത്രയ്ക്ക് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഓർഡേഴ്സ് മുഴുവൻ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ചെയ്ത് ഇപ്പോൾ അത് സീറ്റിംഗ് ആയിട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടേ. ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഫസ്റ്റ് ടൈം എല്ലാം ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അതിപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും എക്സ്പീരിയൻസ് മുഖ്യം എന്ന് പറയുന്ന പോലെയാണ് അല്ലേ. എന്തും നമ്മൾ ചെയ്യുന്നതും അത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും സിമ്പിളാവുന്നേ ഉള്ളൂ അല്ലേ കാര്യം. എത്രയൊക്കെ സിമ്പിളായിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള ഫ്ലവേഴ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം തന്നെ എടുക്കും കേട്ടോ. ബാക്കിയുള്ള ഫ്ലവേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചൊരു സമയം പിടിച്ചുകൊണ്ടുള്ള ചെയ്യേണ്ട ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പറയുന്നത് ഈ ഒരു നമ്മൾ റോസ് പൂവിൻ്റെ ഇതൾ പോലെയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് കണ്ടാൽ. പക്ഷെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്, ഔട്ടർ ലുക്കാണല്ലോ നമുക്ക് വേണ്ടത്. ഞാനിതിൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലൊന്ന് കയറി കണ്ട് നോക്കൂ കേട്ടോ. അതിലുണ്ടാവും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്കിലും ഞാൻ കുറച്ചൊക്കെ സാവധാനം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഇതിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ചാനലിലൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു ഡ്രസ്സുമുള്ളത്. അത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് കയറി കണ്ട് നോക്കണേ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് 2 മാസം എടുത്ത് ചെയ്തൊരു വർക്കാണ്. 2 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കഥ തന്നെ പറയാനുണ്ട്. അത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയാം. എല്ലാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല. അതാണല്ലേ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഈ 2 ഫ്ലവേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. ഞാൻ ഫ്ലവേഴ്സ് ചെയ്തതിൽ കുറച്ച് ത്രെഡ് ബാക്കിയുള്ളപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് അത് വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ടും കൂടി എടുത്തെടുത്തായിട്ട് കൊടുക്കുകയാണേ. അങ്ങനെ അടുത്ത് നമ്മൾ ബുള്ളറ്റ് നോട്ട്സ് ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ ബുള്ളറ്റ് നോട്ട്സ് ഫ്ലവേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടല്ലോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിന് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മിക്കവാറും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കണേ. നമ്മളിതിൽ 3 കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പീച്ചും അതുപോലെ ഒരു പിസ്ത ഷെയ്ഡും പിന്നെ വേറൊരു കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പീച്ചിന് പിസ്ത ഷെയ്ഡും അതുപോലെ പിസ്തയ്ക്ക് പീച്ച് ഷെയ്ഡൊക്കെ ആയിട്ടാണ് ലീഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അതൊക്കെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് കേട്ടോ നമ്മളത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ. ബുള്ളറ്റ് നോട്ട്സ് ഫ്ലവേഴ്സ് ചെയ്യാൻ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ പലരും പല രീതിയിലാണല്ലേ ഇത്തരം ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്ലവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ലീഫ് കൂടെ വേണ്ടേ. എന്നാലല്ലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ലീഫ് കൂടെ കൊടുക്കുന്നുണ്ട്. പീച്ച് ഫ്ലവേഴ്സിന് ഞാൻ പിസ്ത ഷെയ്ഡ് ലീഫാണ് കൊടുക്കുന്നത്. ഈ ലീഫ് മാത്രമല്ല കേട്ടോ ഞാൻ ഒരു നമ്മുടെ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള സ്റ്റെമ്മ് ലീഫ് കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ആണെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ഇതിൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. കാരണം അത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്കിൻ്റെ കഥ തന്നെ പറയാനുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഇതെന്തായാലും പോസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ പറയണ്ട കേട്ടോ. അതിൻ്റെ ഒരു അത്യാവശ്യം കഥ തന്നെ നമ്മൾ 2 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു വർക്കായിരുന്നു. പക്ഷേ ഇത് 2 മാസം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളൊക്കെ വേറെ ഉണ്ട്. അത് ഞാൻ എന്തായാലും ആ വീഡിയോയിൽ പറയാമെന്നാ.
ഈ ഒരു ടൈപ്പ് ലീഫാണ് കേട്ടോ ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്, സ്റ്റെം ടൈപ്പ് ലീഫ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സിന് ഈ ഒരു ലീഫ് കൊടുക്കുന്ന നല്ലൊരു ഭംഗിയാണ് കേട്ടോ കിട്ടുന്നത്. കാരണം നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ഒരു കുർത്തിയിലെ ചെസ്റ്റ് പോർഷനിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്തൊക്കെ അടിയിലൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടൊരു കാര്യമാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നതെന്നും എന്താണെന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ പഠിച്ചതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഞാനും നിങ്ങളെപ്പോലെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഇതൊന്നും അല്ല, എംബ്രോയ്ഡറിയും കാര്യങ്ങളും പഠിച്ചതല്ല. ഞാനും ഇതുപോലെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് അതൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ചെറുതായി സിമ്പിളായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് നോക്കുന്ന ഒരു ആളും കൂടെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എനിക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ അത് നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓർഡർ കിട്ടുന്ന ഇതുപോലുള്ള വർക്കുകളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മൂന്നാമത്തെ ഒരു കളർ പറഞ്ഞില്ലേ, അത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതെനിക്ക് എൻ്റെ കളർ ശരിക്കൊരു പറയാനറിയില്ല. എന്തായാലും അതൊരു നല്ലൊരു മാച്ചിങ് കളർ തന്നെയായിരുന്നു. കസ്റ്റമർ തന്നെയാണ് നമുക്ക് ഈ ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബുള്ളൻ നോട്ട്സ് ഫ്ലവേഴ്സും ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സും പിന്നെ അതുപോലെ മറ്റുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ഫ്ലവേഴ്സ് ഇതിൽ ആഡ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ വെച്ച് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ട് ഈ വർക്ക് എന്നൊക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനായിട്ടും കമൻറ്റിലായിട്ടും ഞാൻ കാത്തിരിക്കുകയാണേ. അപ്പോൾ ഇന്നുവരെ നമ്മൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.